എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ആദ്യം ഈ ക്ലിപ്പ് ഒന്ന് കാണണം. ചില ഗ്രൂപ്പുകാർ പല പ്രാവശ്യം എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, സൂമിന് വരാൻ പറ്റുമോ, സംവാദത്തിന് വരുവാൻ പറ്റുമോ? ദൈവനാമത്തിന് ശ്രമിക്കുക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ. ഞാൻ സംവാദത്തിന്റെയോ ഒരു ലൈവിന്റെയോ ആളല്ല. അയൺഡോം ഈ വീഡിയോ ശ്രദ്ധിക്കുന്ന ദൈവ കുഞ്ഞുങ്ങളോടൊരു ഭാഗം പറയുന്നു. അയൺഡോം എന്നത് യഹോവയോ ഇസ്രയേലിന്റെ രക്ഷകനല്ല, ഇസ്രയേലിന്റെ പരിരക്ഷണത്തിന് വേണ്ടി ഇസ്രയേലും അമേരിക്കയും ചേർന്നുണ്ടാക്കിയ ഒരു ജോയിന്റ് വെഞ്ചർ. അതാണ് ഈ അയൺഡോം. ഏകദേശം ഇന്ത്യൻ രൂപ ചെറിയ അയൺഡോം ഞാൻ സംസാരിച്ചപ്പോൾ 17,000 കോടിക്ക് മുകളിലും, അഥവാ ഒരു ഏരിയ കവറേജ് പ്രൊട്ടക്ട് ചെയ്യുന്നത് 35,000 കോടി ഇന്ത്യൻ രൂപ വരുന്നത് ഒരു അയൺഡോമിന്റെ പ്രത്യേകത. അയൺഡോം യഹോവയല്ല. ഒരിക്കൽ കൂടി ഇത് ശ്രദ്ധിക്കുന്ന അയൺഡോം മാൻ മേക്കിങ് ഡിഫൻസ് ചെയ്ത് മിസൈൽ സിസ്റ്റം വരുമ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്യാനുള്ള ഒരു ഡിവൈസ് മാത്രമാ അയൺഡോം. ഇതില്ല, അതിനനുസരിച്ച് അവർക്ക് കുറെ ടെക്നോളജികൾ കൊടുത്തതിന്റെ ഒരു ഭാഗമാ അയൺഡോം. അതാ യഹൂദന്റെ ബുദ്ധിയും അവന്റെ ടെക്നോളജിയും അമേരിക്കയായിട്ട് വെഞ്ചർ ചെയ്ത്. അതൊരിക്കലും യഹോവയല്ല, അതൊരു രക്ഷകനുമല്ല. ഞാൻ ഒരിക്കൽ പോലും ഒരു ക്ലാരിഫിക്കേഷൻ ലൈവോ ഒന്നും വരുന്നില്ല. ചില ഗ്രൂപ്പുകാർ പല പ്രാവശ്യം എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്, സൂമിന് വരാൻ പറ്റുമോ, സംവാദത്തിന് വരുവാൻ പറ്റുമോ? ദൈവനാമത്തിന് ശ്രമിക്കുക പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ. ഞാൻ സംവാദത്തിന്റെയോ ഒരു ലൈവിന്റെയോ ആളല്ല. ഒരിക്കൽ പോലും ഒന്നുകിൽ കവലയോഗം, അല്ലെങ്കിൽ ഒരു ബൈബിൾ ക്ലാസ്, അല്ലെങ്കിൽ സ്റ്റേജിൽ മാത്രം പ്രസംഗിക്കുക. ഇത് വിലപ്പെട്ട അനേക കുഞ്ഞുങ്ങളുടെ ഒരു അഭ്യർത്ഥന പ്രകാരം താഴ്മയോടെ സമർപ്പിക്കുക. ഓക്കെ, എല്ലാവരും ആ ഓഡിയോ കേട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമാക്കുന്ന ഒരു സൗണ്ട് തന്നെയാണ്. കഴിഞ്ഞ ദിവസമുണ്ടായ ബിബ്ലിക്കൽ വ്യാഖ്യാനത്തോടുള്ള ബന്ധത്തിൽ ഉണ്ടായ തെറ്റിനെ തിരുത്തുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് പ്രിയ പാസ്റ്റർ സാജു ചാത്തന്നൂരിൽ കൂടി നമ്മൾ കേട്ടത്. തീർച്ചയായും താൻ ഉദ്ദേശിച്ചതുപോലെയല്ല, വചനപ്രകാരമുള്ള ഒരു കാര്യമല്ല. പകരം അത് ഇസ്രായേലിൻ്റെ അയൺഡോം തന്നെയാണ്, പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന അയൺഡോം തന്നെയാണ്. ആ വാക്യത്തോടുള്ള ബന്ധത്തിൽ അത് താൻ പറഞ്ഞ വ്യാഖ്യാനമല്ല എന്ന് സമർത്ഥിക്കുന്ന ഒരു ഓഡിയോ സന്ദേശമാണ് നാം ഇവിടെ കേട്ടത്. നമുക്കറിയാം, വ്യാഖ്യാനത്തിലുള്ള പല പിഴവുകളും ജീവിതത്തിൽ പലർക്കും സംഭവിക്കാറുണ്ട്. എന്നാൽ താൻ പറഞ്ഞ വ്യാഖ്യാനം 100% ശരിയെന്ന് ദിനം പ്രതി വാദിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തികളാണ് യഥാർത്ഥത്തിൽ തെറ്റുകാരെന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പാസ്റ്റർ സാജു ചാത്തന്നൂർ ചെയ്ത പ്രവൃത്തി വളരെയധികം ശ്ലാഘനീയമാണ്. കാരണം അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, ഞാനത് തിരുത്തുകയാണ്. താൻ പറഞ്ഞ വ്യാഖ്യാനം ബിബ്ലിക്കൽ എന്ന രീതിയിലാണ് താൻ വ്യാഖ്യാനപ്പെടുത്തിയെങ്കിലും അത് ബിബ്ലിക്കൽ അല്ല എന്ന് പറഞ്ഞ് താൻ തിരുത്തുകയാണ് അവിടെ ചെയ്തത്. അത് വളരെയധികം സന്തോഷം തരുന്ന ഒരു സംഭവം തന്നെയാണ്. ഇന്ന് നമ്മുടെ ഇടയിലെല്ലാം പല രീതിയിലുള്ള വ്യാഖ്യാന ശാസ്ത്രങ്ങളുമായി കൊണ്ടു നടക്കുന്ന വ്യക്തികൾ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ കബളിപ്പിക്കപ്പെടുകയാണ്. വിശ്വാസികളുടെ ജീവിതത്തിൽ പലവിധമായ വീഴ്ചകൾ വരുന്നതും ഇതിൻ്റെ കാരണമാണ്. പ്രത്യേകിച്ച് പഴയ നിയമം വെച്ചും ഏലിയാവിനെ വെച്ചും ഏലീശയും വെച്ചും മോശം വെച്ചും അബ്രഹാമിനും വെച്ചും അനുഗ്രഹത്തിൻ്റെ പേരിൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗങ്ങൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഇതൊരു ചുക്കാൻ പിടിച്ച് പല രീതിയിലുള്ള ഈ ഇനിഷ്യേറ്റീവുകളും എടുക്കും, പല രീതിയിലുള്ള പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ട് ചതിയിൽപ്പെടുന്നൊരു തലത്തിലേക്ക് അവർ പോകാറുണ്ട്. എന്നാൽ ഈ ദിവസങ്ങളിൽ നാം മനസ്സിലാക്കേണ്ടത്, വ്യാഖ്യാനങ്ങൾ സംഭവിക്കേണ്ടത് യഥാർത്ഥമായ അടിസ്ഥാനത്തിൽ നിന്നായിരിക്കണം. നമ്മളൊരു വചനം വായിക്കുമ്പോൾ അതിൻ്റെ കോണ്ടസ്റ്റ് എന്താണ്, ഇത് ആർക്ക് വേണ്ടിയാണ് ഇത് തന്നിരിക്കുന്നത്, ഇത് ആർക്ക് വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ പൊരുൾ എന്താണ്, നിഴൽ എന്താണെന്ന് വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ട് വേണം നാം ഏറ്റെടുക്കാൻ. നമ്മുടെ ജീവിതത്തിൽ നാം ഏറ്റെടുക്കേണ്ട കാര്യം എന്തെന്ന് മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള വ്യാഖ്യാനത്തിൻ്റെ പുറകെ പോയാൽ പലപ്പോഴും പലരും പ്രസിദ്ധരായ പ്രാസംഗികരായിരിക്കാം. അവർ പറയുന്നത് 100% ശരിയെന്ന് എണ്ണുന്ന വ്യക്തികൾ ധാരാളമുണ്ട്. കാരണം
ഒരു വാക്ക് പറയുമ്പോൾ അത് ബൈബിളിക്കലി നമ്മൾ നോക്കുമ്പോൾ ചിലപ്പോൾ അത് തെറ്റായിരിക്കാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയും അദ്ദേഹത്തിൻ്റെ സ്വാധീന നിമിത്തം പലരും അതിന് എതിർക്കാൻ തുനിയാറില്ല. എന്നാൽ വിമർശിക്കപ്പെടണം. നമുക്കറിയാം ബെരോവിലെ വിശ്വാസികൾ അങ്ങനെ തന്നെയോ എന്ന് പരിശോധിച്ചോ? അങ്ങനെ തന്നെയോ എന്ന് പരിശോധിക്കുന്ന വ്യക്തികൾ നമ്മുടെ ഇടയിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും ഇത്തരം തെറ്റിദ്ധാരണകൾ മാറുകയും ഇത് ദൈവത്തോടാണ് ഇത്തരം വ്യാജ പ്രവർത്തികൾ അല്ലെങ്കിൽ ഇത്തരം വ്യാജ വ്യാഖ്യാനങ്ങൾ വരുമ്പോൾ ഇത് ദൈവത്തോടാണ് അവർ പാപം ചെയ്യുന്നത്, മനുഷ്യരോടല്ല. മനുഷ്യർ കബളിപ്പിക്കപ്പെടുകയാണ്, പക്ഷേ ദൈവത്തോട് അവർ വ്യാജം ചെയ്യുക. അതുകൊണ്ട് പ്രിയ ദൈവദാസന്മാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ വ്യാഖ്യാനം പറയുമ്പോൾ വളരെയധികം പഠിച്ചും അത് അടിസ്ഥാനപ്പെടുത്തുകയും അത് എന്തെന്ന് മനസ്സിലാക്കിയും വേണം നമ്മുടെ സഭകളിലും അല്ലെങ്കിൽ പൊതുവേദികളിലും അത് വിളമ്പിക്കൊടുക്കാൻ. അല്ലാത്ത പക്ഷം ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിലുള്ള ആത്മീയ അടിസ്ഥാനമാണ് നാം പ്രസംഗിക്കുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയേണ്ടത്. നാം പ്രസംഗിക്കുന്ന വിഷയം സത്യവും നമ്മുടെ ജീവിതം ദുർമാർഗത്തിൽ പെടുന്ന ഒരു ജീവിതവുമാണെങ്കിൽ ഒരിക്കലും അത് ചേരത്തില്ല. അത് പരിശുദ്ധാത്മാവിൻ്റെതായ പ്രവർത്തനം അതിനെ ഖണ്ഡിക്കും. അത് ഒരു ദിവസം മറ നീക്കി ഒരു ദിവസം പുറത്തു വരും. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുക. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നാം എന്ത് പ്രസംഗിക്കുന്നോ, ഞാൻ എന്ത് പ്രസംഗിക്കുന്നോ, ആ പ്രസംഗിക്കുന്നതിൻ്റെ അടിസ്ഥാനം എന്നുള്ളത് ഞാൻ തന്നെ ആയിരിക്കണം. ഞാനൊരു വിശുദ്ധിയെക്കുറിച്ചാണ് പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശുദ്ധിയോടുകൂടെ നടക്കുന്ന വ്യക്തിയായിരിക്കണം. ഞാൻ സത്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ സത്യമായ കാര്യങ്ങൾ ചെയ്യുന്നവനായിരിക്കണം. അങ്ങനെയുള്ളവന് മാത്രമേ ആ പ്രസംഗത്തിൽ കൂടി ജീവൻ നൽകാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഒരിക്കലും അത് സാധിക്കില്ല എന്നുള്ളത് മറ്റൊരു പക്ഷം തന്നെയാണ്. ഇനിയും വിമർശിക്കുന്നവർ ഒരിക്കലും നമ്മൾ അങ്ങോട്ട് കയറി അത് സത്യമല്ലാഞ്ഞിട്ടും അങ്ങോട്ട് കയറി വിമർശിക്കാൻ നിൽക്കരുത്. ഈ വ്യാഖ്യാനങ്ങൾ തെറ്റാണെന്ന് ഒരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് പരിശോധിക്കണം. അദ്ദേഹത്തിൻ്റെ ഭാഗത്താണ് ശരിയാണെങ്കിൽ അത് സമ്മതിക്കണം, അദ്ദേഹത്തോട് ക്ഷമാപണം നടത്തണം. അതാണ് ഒരു ദൈവപൈതലിൻ്റെ ഏറ്റവും വലിയ കരുത്ത് എന്ന് പറയുന്നത്. അതിനു പകരം അദ്ദേഹം എൻ്റെ വ്യാഖ്യാനത്തോട് എതിർത്ത് നിൽക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ക്രൂശിക്കാം, അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും കേസിൽപ്പെടുത്താം, അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും മർദ്ദിക്കാം എന്നൊരു ചിന്താഗതിയുമായി നടക്കുന്ന ദൈവദാസന്മാരും നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ട് ബി കെയർഫുൾ. നിങ്ങൾ കളിക്കുന്നത് മനുഷ്യരോടല്ല, ദൈവാത്മാവിനോടാണെന്നുള്ള സത്യം തിരിച്ചറിയണം. പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിക്കുന്നവന് ഒരിക്കലും ക്ഷമ ലഭിക്കത്തില്ല എന്ന വചനം നമ്മളോട് പറയുകയാണ്. ദൈവം അവരെയും അനുഗ്രഹിക്കുമാറാട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.